ഇത് 2025 കുവൈറ്റിലെ കുവൈറ്റ് ഓയിൽ കമ്പനി, അതായത് ഇവിടുത്തെ ലിബറേഷൻ ഡേ, നാഷണൽ ഡേ അനുസരിച്ച് ഇവിടെ ലൈറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാഹമതിയിൽ. ഓക്കെ, ആക്ച്വലി ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ എക്സാക്ട്ലി കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ ഹെഡ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് ഒരു ഫാമിലിയുടെ കുവൈറ്റിൽ വന്നിട്ടുള്ളതാണ്. ഇതാണ് കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ ഹെഡ് ഓഫീസ്. അതിന് നേരെ ഓപ്പോസിറ്റാണ് അവിടെ വലിയ അടിപൊളിയായിട്ട് ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോ ലൈറ്റ്സായിട്ട് കാണുന്നത് ഇതൊരു ഒരു വേ ആണ്, റോഡാണ്. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അവർ ലൈറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പം റൈറ്റ് സൈഡിലേക്ക് വരാം. അവിടെ ഒത്തിരി കുവൈറ്റിൻ്റെ ന്യൂ കുവൈറ്റ് എന്ന് പറഞ്ഞ് ഒക്കെ ലൈറ്റ്സൊക്കെ ഇന്നത്തെ കാലത്തുള്ള ബിൽഡിങ്സും അതിനനുസരിച്ചുള്ള വാട്ടർ ടാങ്കിൻ്റെ മോഡൽസ് ഡെമോ ഒക്കെ വെച്ച് അങ്ങനെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് ക്യാമൽ, പഴയ എക്യുപ്മെൻറ്റ്, ഓയിൽ എടുക്കുന്ന എക്യുപ്മെൻറ്റ് അങ്ങനത്തെ ഒക്കെ വെച്ച് അവർ ലൈറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ ന്യൂ കുവൈറ്റിൻ്റെ ലൈറ്റിംഗ് കാണാം. കുവൈറ്റ് ഓയിൽ കമ്പനി മെയിൻ ഓഫീസ്. ഇത് കാണുന്നത് കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ ലോഗോയാണ്. ആ മെയിൻ ലോഗോ അവർ ലൈറ്റൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. KOC കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ KOC ലൈറ്റ്സ്. പിന്നെ റീഡ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റുള്ളൊരു ബോർഡ്. ലെഫ്റ്റ് സൈഡിൽ ഓൾഡ് കുവൈറ്റ്, റൈറ്റ് സൈഡിൽ ന്യൂ കുവൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ KOC മെയിൻ ഓഫീസ് നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ന്യൂ കുവൈറ്റ്, ഓൾഡ് കുവൈറ്റ്, മെയിൻ ഓഫീസ് ഇവിടെ ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. ഇതാ കാണുന്നതാണ് ആക്ച്വലി കാണുമ്പോൾ മെയിൻ ഓഫീസ്. ഈ ലൈറ്റിൻ്റെ നേരെ ബാക്ക് സൈഡിൽ കാണുന്ന ആ രണ്ട് ബിൽഡിംഗ് അതൊരു ടവറാണ്, ഇപ്പുറത്തെ ടവറാണ്. ഇതാണ് കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ മെയിൻ ഓഫീസ്. ഇത് കാണിച്ചിരിക്കുന്ന ലൈറ്റ്സ് അറേഞ്ച് ചെയ്യുന്ന ഒരു ഡെമോയാണ്. ഇതെന്താ വെച്ചാൽ കുവൈറ്റ് ഓയിൽ കമ്പനി ബുർഗാൻ ഫീൽഡ് ഡിസ്കവറി വെൽ produced 16/10/1937, first produced 23/1938, recompleted 28/6/1953. അന്ന് അവർ ഉപയോഗിച്ച ഓയിൽ എടുക്കാനായിട്ട് ഉപയോഗിച്ച ഒരു സ്പുഡിൻ്റെ ഒരു ഡെമോ ആണ് ഈ ലൈറ്റ്സിൽ അവർ കാണിച്ചിട്ടുള്ളത്. KOCയുടെ ഒരു എംബ്ലമാണ് ആക്ച്വലി സേഫ്റ്റി HSCയുടെ. അതിൻ്റെ മാതൃകയിൽ അവർ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്. ഇത് കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ ലോഗോയാണ്. ഓക്കെ, ആ ലോഗോയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഇത് പണ്ട് ഓയിൽ എടുക്കാൻ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ മാതൃകയിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള ലൈറ്റ്സാണ്. മറ്റ് റെഡ് കളറിൽ കാണുന്നത് ഒരു ഷാഫ്റ്റാണ്. ആ ഷാഫ്റ്റ് മൂവ് ആകുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ ഇവിടെ നിന്നാണ് ഓയിൽ ഈ പൈപ്പ് വഴി പമ്പായി മുന്നേറുന്നത്. അവർക്ക് ഫോട്ടോ എടുക്കാനായിട്ട് KOCയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അതിനകത്ത് ട്രീയിലൊക്കെ ലൈറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല വാട്ടർഫാൾ പോലെയൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഇവിടെ ഈ പ്ലാന്റിൽ ആക്ച്വലി ഒരു റെഡ് കളറും ഗ്രീനും വൈറ്റും, അതായത് ഇവിടുത്തെ നാഷണൽ ഫ്ലാഗിൻ്റെ കളേഴ്സാണ്. ആ കളേഴ്സ് വെച്ച് അവർ ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏറ്റവും ബാക്കിൽ നാഷണൽ ഫ്ലാഗ് ലൈറ്റ്സ് കാണാം. ഇതാ കാണുന്നതാണ് കുവൈറ്റിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ടവറിൻ്റെ ഡെമോയാണ്. അതിൻ്റെ ഈ മാതൃകയിൽ ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുമ്പോൾ ഈ കുവൈറ്റ് ടവറാണ്. ഇവിടുത്തെ എന്താ പറയുക, വൺ ഓഫ് ദ ഐഡിയൽ ഐക്കോണാണ് കുവൈറ്റ് ടവർ. ആ കുവൈറ്റ് ടവറിൻ്റെ മാതൃകയിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഇതിൽ ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. 3 ടവറുണ്ട്, ടവർ 1, ടവർ 2, ടവർ 3. ഇതിൻ്റെ ന്യൂ കുവൈറ്റിൻ്റെ ഒരു എംബ്ലമാണ്. എല്ലാ ഒഫീഷ്യൽസൊക്കെ ഇപ്പോൾ ഈ ലോഗോ ഉപയോഗിക്കുന്നുണ്ട്. ആ ന്യൂ കുവൈറ്റിൻ്റെ മാതൃകയിൽ ഒരു ഉണ്ടാക്കിയിട്ടുള്ള ലൈറ്റുണ്ട്. നല്ല നല്ല രസമുണ്ട്. കുവൈറ്റിൻ്റെ അടുത്ത് വേറൊരു ഐക്കോണിക്കാണ് കുവൈറ്റ് വാട്ടർ ടാങ്ക്. ആ വാട്ടർ ടാങ്കിൻ്റെ മാതൃകയിൽ അവരുണ്ടാക്കി അതിൻ്റെ ലൈറ്റ്സാണ്. ഇതാണ് കുവൈറ്റിൻ്റെ വാട്ടർ ടാങ്ക് വിഷ്വലി. മനോഹരമായിട്ട് ഒരു ലൈറ്റ് ട്രീ പോലെ വൈറ്റ് കളർ ട്രീ, ക്രിസ്മസ് ട്രീ പോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്. 2025 മാതൃകയിൽ
ലൈറ്റ്സ് ഈ വർഷത്തിൻ്റെതാണെന്ന് നമുക്ക് ഓർക്കാനായിട്ടുള്ള ഒരു ഐക്കോണിക് 2025. ഇത് കണ്ടിട്ടുണ്ട് ഒരു നാഷണൽ ഫ്ലാഗ് ഒരു വുമൺ പിടിച്ചേക്കുന്ന മാതൃകയാണ്. ഏറ്റവും ക്രൗഡുണ്ട്, അതുകൊണ്ടാണ് ആ ലൈറ്റ് നമുക്ക് വ്യക്തമായി എടുക്കാൻ പറ്റാത്തത്. മനോഹരമായിട്ടൊരു കടൽ തീരം പോലെ കടലിൽ ഉള്ളൊരു ബോട്ടിൽ അതിനകത്ത് കാണുന്നതൊക്കെ ഫിഷാണ്. ആ രീതിക്കാണ് ഈ ലൈറ്റ് മനോഹരമായിട്ട് അത് അറിഞ്ഞിട്ടുണ്ട്. ഈ കടലിനകത്ത് ഉള്ള ഫിഷും എല്ലാം ഉള്ളതായിട്ടാണ് മനോഹരമായിട്ടുള്ള ലൈറ്റ് കാണിച്ചിരിക്കുന്നത്. ഇത് അടുത്തൊരു മനോഹരമായിട്ടുള്ള ഒരു സാധാരണ ഒരു ഓഫീസോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന ഒരു പ്ലേസോ അങ്ങനെ വേണമെങ്കിലും പറയാം. ഇതിന് 3 റൂം പോലെ പണ്ടത്തെ കാലത്തുള്ള ചിമ്മിനികളൊക്കെ വെച്ച് നല്ല രീതിക്കുള്ള ഒരു ലൈറ്റ്സാണ്. ക്യാമറ നല്ല മനോഹരമായിട്ടുള്ള 2 ക്യാമറ. ഇത് ഇവിടുത്തെ അവരുടെ ട്രഡീഷണൽ ടെൻറ്റാണ്. ആ ടെൻറ്റിൽ സാധാരണ റെസ്റ്റ് എടുക്കുമ്പോഴും റെസ്റ്റ് എടുക്കുമ്പോഴൊക്കെ ആ ഒരു മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടെൻറ്റാണ്. നല്ല മനോഹരമായിട്ട് നല്ല ടെൻറ്റ്. അതിനകത്ത് തന്നെ ഒരു ഗ്രൗണ്ടിലും ക്യാമറകളായിട്ടൊക്കെയാണ് അവർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. വെല്ലാണ് നല്ല ഒരു വെള്ളം ഒരു വാളിയുണ്ട് വെള്ളം എടുക്കുന്ന പോലത്തെ നല്ലൊരു മാതൃകയാണ് ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റ്സ്. ഇത് നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റ്സുണ്ട്. ട്രീയും ഒക്കെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ തോന്നിക്കുന്ന പോലത്തെ നല്ല നമ്മളിങ്ങനെ ഇപ്പം എക്സിറ്റ് ആകുവാണ്, പുറത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് നമുക്ക് വീണ്ടും കാണാം കുവൈറ്റിലെ വേറെ ഒരു ഫ്ലാഗ്, ഫ്രീഡത്തിൻ്റെ ഫ്ലാഗായിരിക്കും ഉണ്ടായിരിക്കുന്ന അറിയത്തില്ല എനിക്ക്. അങ്ങനത്തെ അവർ സ്ഥിരീകരിക്കുന്ന നല്ലൊരു ലൈറ്റാണ്. ഉള്ള ലൈറ്റാണ് അത് 3. അവിടെ കാണുന്നത് 3ആണ്. അപ്പോൾ നമ്മളിവിടുന്ന് എക്സിറ്റ് ആവുകയാണ്. വീണ്ടും കുവൈറ്റിൻ്റെ മെയിൻ ഓഫീസാണ്. നല്ല മനോഹരമായിട്ട് ഉള്ള ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് കുവൈറ്റ് ഓയിൽ കമ്പനി എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട് ഇവിടെ. നല്ല മനോഹരമായിട്ട് 2025 അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കാഴ്ചകൾ ഇത്രയും നേരം കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം രമേഷ് ആണ് ഈ വീഡിയോ എടുത്തത്. ഓക്കെ, ബൈ ബൈ.